കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. നമസ്കാരം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയും. കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീടിനെ അങ്ങ് മറക്കും. നമ്മുടെ സ്വന്തം വീടിന്റെ ആവശ്യമില്ല. അത്രയ്ക്കും ഒരു വീടിനോട് ഉപമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാലാവസ്ഥ, അന്തരീക്ഷം, മനുഷ്യർ, പ്രകൃതി രമണീയത, ജീവിക്കാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു ജില്ലയാണ് കൊല്ലം. കൊല്ലം തൊല്ലം ഭവതു നിതരാം പിന്നെയും കൊല്ലമേവം എന്നതും കൊല്ലത്തിനെ കുറിച്ച് തന്നെയാണ്. അതായത് കൊല്ലം എത്ര പഴകിയാലും കൊല്ലം കൊല്ലം തന്നെയാണ്. കൊല്ലത്തിന്റെ പെരുമ പറഞ്ഞാൽ തീരില്ല. ഏറ്റവും പുരാതനമായ നമ്മുടെ തുറമുഖ നഗരമൊക്കെ കൊല്ലമാണ്. കൊല്ലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും മോശപ്പേര് കേൾക്കുന്ന ഒരു ജില്ല കൂടിയായി കൊല്ലം മാറിയിട്ടുണ്ട്. കൊല്ലത്തിനെ പറയുന്നത് പോലെയുള്ള മോശം വർത്തമാനങ്ങൾ വേറെ ഒരു ജില്ലയും കേൾക്കുന്നില്ല. അത് ഒരു പപ്പടത്തിന്റെ പ്രശ്നം വന്നപ്പോഴാണെങ്കിലും, ഒരു കപ്പലണ്ടിയുടെ പ്രശ്നം വന്നപ്പോഴാണെങ്കിലും, ഒരു ലേസിന്റെ പ്രശ്നം വന്നപ്പോഴാണെങ്കിലും തുടങ്ങി നമ്മുടെ വിസ്മയയുടെ മരണം പോലെ ശ്രദ്ധിക്കപ്പെട്ട മരണങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലൂടെയും കൊല്ലം അങ്ങേയറ്റം മോശമാക്കപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നൊരു കല്യാണാലോചന വന്നാൽ അത് കൊല്ലമാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. കൊല്ലത്തുള്ള പെൺകുട്ടികൾ മറ്റുള്ള ജില്ലകളിലേക്ക് പോകാൻ നിന്നാൽ വേറെയുള്ള ജില്ലക്കാർ ഇവരെ എടുക്കാൻ മടിക്കുന്ന അവസ്ഥ. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുകയാണ് കൊല്ലം. യഥാർത്ഥത്തിൽ കൊല്ലത്തിന് ഈ പ്രശ്നമുണ്ടോ? ഇന്നിപ്പോൾ ഞാനിത് സംസാരിക്കാൻ തന്നെ കാരണം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ 57 വയസ്സുകാരനായ ബാലചന്ദ്രൻ എന്ന വ്യക്തി, അദ്ദേഹം കൊല്ലത്ത് നഗരത്തിൽ ആക്രി പെറുക്കി ജീവിക്കുന്ന ആളാണ്. അവിടെ വഴിയോരത്തൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ്. കൊല്ലത്ത് ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള നടക്കുന്നതിനിടെ ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ട് ആ സ്റ്റേജിന് മുന്നിൽ നിന്ന് നൃത്തം ചവിട്ടി അവിടെ അദ്ദേഹത്തെ ഒരു കസേര ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ കൊല്ലംകാരെല്ലാവരും ഇങ്ങനെയാണ്, കൊല്ലത്തെ എനിക്ക് പേടിയാണ്, എന്നെ ഇനിയും അടിക്കുമോ എന്ന പേടിയാണ് എന്നൊക്കെ ഈ ഒരു സാധുവായ മനുഷ്യൻ പറയുന്നതും കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലംകാരുടെ നേർക്കുള്ള ഒരു ദേഷ്യം മറ്റു ജില്ലക്കാർക്ക്, മറ്റു മനുഷ്യർക്ക് കൂടിയിട്ടുണ്ട്. ഇത് കൊല്ലത്തിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ കൊല്ലത്ത് ജീവിക്കുന്ന ആളുകൾ ഇത്രയും പേർ ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. സോഷ്യൽ മീഡിയയാണ് ഇത്രയും വളർത്തിയെടുത്തത് കൊല്ലത്തോടുള്ള ഈ ഒരു ദേഷ്യം, ഈ ഒരു മനോഭാവം. പല ജില്ലകളോടും പലതരത്തിലുള്ള സമീപനം കാണിക്കുന്നവരാണ് മലയാളികൾ. ഓരോ ജില്ലയ്ക്കും ഓരോ പേരും ഓരോ രീതിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലുള്ളവരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? തെക്കനെയും മൂർഖനെയും ഒന്നിച്ച് കണ്ടാൽ ആദ്യം തെക്കനെ അടിച്ചു കൊല്ലണം, മൂർഖനേക്കാൾ വിഷമുള്ളതാണ് തെക്കൻ എന്ന് പറയുന്നവരുണ്ട്. വടക്കര് വെടക്കരാണെന്ന് പറയുന്നവരുണ്ട്. ഈ കണ്ണൂർ ജില്ലയെന്ന് പറഞ്ഞാൽ അതൊരു ബോംബിന്റെ ജില്ലയാണെന്ന് കരുതുന്നവരുണ്ട്. കോഴിക്കോട് പോലുള്ള ജില്ലകൾ ഒരു ഹോമോസെക്ഷുവാലിറ്റിയുടെ ഏരിയ ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ ജില്ലയ്ക്കും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പേര്, ഓരോ രീതി, ഓരോ സ്വഭാവം നമ്മൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും സത്യമായിരിക്കണമെന്നില്ല. എല്ലാ ജില്ലകളിലും മനുഷ്യത്വമുള്ള മനുഷ്യരുണ്ട്, മനുഷ്യത്വരഹിതരായിട്ടുള്ള മനുഷ്യരുമുണ്ട്. കണ്ണിൽ ചോരയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ എല്ലായിടത്തുമുണ്ട്. ചില സംഭവങ്ങൾ ചില ഏരിയകളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ആ ഏരിയ അങ്ങനെയാണ് എന്ന് നമ്മളങ്ങ് പറയുകയാണ്, നമ്മൾ പറഞ്ഞു വെക്കുക മാത്രമാണ്. അല്ലാതെ അതിപുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരം അത് നമ്മുടെ കൊല്ലമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമ സാമ്രാജ്യത്തിൽ ചെന്ന് കൊല്ലത്തിന്റെ കാര്യം ചോദിച്ചാലും അവർക്കറിയാമായിരുന്നു. അപ്പോൾ പിന്നെ കൊല്ലത്തിന്റെ പെരുമ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുമല്ലോ, കൊല്ലത്തിന്റെ പ്രാധാന്യം. ചേര സാമ്രാജ്യത്തിന്റെ പെരുമാളുമാർ കറുത്ത പൊന്ന്, അതായത് കുരുമുളക് സൂക്ഷിച്ചു വെച്ചിരുന്ന, ഒളിപ്പിച്ചു വെച്ചിരുന്ന നിലവറകൾ കൊല്ലത്താണ് ഉണ്ടായിരുന്നത്. മലയാളത്തിന്റെ കൊല്ലവർഷത്തെ എണ്ണിയത് അവിടെ നിന്നാണ്, കൊല്ലത്ത് നിന്നാണ്. ഈ ചരിത്രമൊക്കെ പറയുമ്പോഴും കൊല്ലം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ വിപത്തുകളെ പറ്റിയും നമുക്ക് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കൊല്ലം ജില്ലയിലുള്ള എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുകയല്ല, പക്ഷെ ഒരുപാട് സാമൂഹ്യ വിപത്തുകൾ അവിടെ കൂടി വരുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ദുരുപയോഗം, സ്ത്രീധന പീഡനങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, കുട്ടികൾക്കെതിരായുള്ള തുടർച്ചയായിട്ടുള്ള അതിക്രമങ്ങൾ, പലതരത്തിലുള്ള പീഡനങ്ങൾ, ഇതൊക്കെ കൊല്ലത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്തിൻ്റെ പേരിനെ മോശമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ജില്ലയിൽപ്പെട്ടവരാണ്. നമ്മുടെ ജില്ലയിലെ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പൊതുവായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നത് ആ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ സംവിധാനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ജില്ലയിൽ വരുന്ന ഓരോ വീടുമാണ് വിചാരിക്കേണ്ടത്, ആ വീട്ടിലുള്ള ഓരോ മനുഷ്യരുമാണ് വിചാരിക്കേണ്ടത്. ഓരോ ഏരിയയും നല്ലതാവുമ്പോൾ ആ സമൂഹം മുഴുവൻ നല്ലതാവും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ആ ക്ഷേത്രോത്സവത്തിലുണ്ടായ പ്രശ്നത്തിൽ കൊല്ലം ജില്ലയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പല ജില്ലകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ കൊല്ലം ജില്ലയാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന രീതിയിലേക്കും എത്തുന്നുണ്ട്. ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ, ഒരു സാമൂഹ്യ വിപത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊല്ലം ജില്ലയായിരിക്കും, ജില്ല കൊല്ലമല്ലേ, ഇത് നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന രീതിയിലേക്കൊക്കെ മാറുന്നത് ആ ജില്ലയെ മൊത്തത്തിൽ മോശമാക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ആവശ്യമില്ല. നല്ല ആഹാരം കിട്ടുന്ന ജില്ലയാണ്, നല്ല മനുഷ്യരുള്ള ജില്ലയാണ്, നല്ല കാലാവസ്ഥയുള്ള ജില്ലയാണ്, ഒരുപാട് നദികളുള്ള ജില്ലയാണ്. ഞാനിപ്പോൾ പുരാതന കാലത്തെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ജലഗതാഗതമാണ് ഒരുപാട് ചരക്ക് നീക്കത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് നദികൾ കടലുമായിട്ട് കണക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ തുറമുഖങ്ങളിലേക്കൊക്കെ പോകാനും കടൽ യാത്രയ്ക്കുമൊക്കെ നമ്മളെ സഹായിച്ചിരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ജലവിഭവങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ എത്രത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നട്ടെല്ലാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജില്ല തിരിച്ചുള്ള ഒരു വിശകലനം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ തെക്കൻ ജില്ലകളിലുള്ള എല്ലാവരെ കുറിച്ചും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലക്കാർ ഏറ്റവും മര്യാദ ഇല്ലാത്തവരാണെന്നാണ് പറയുന്നത്. മര്യാദകേടൊക്കെ അല്പം കയ്യിലുണ്ട്, എന്നാലും പറയുന്നത് ഈ തെക്കരെല്ലാം മൊത്തം മോശക്കാരാണെന്നാണ്. ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരെ എങ്ങനെ സ്വീകരിക്കണമെന്നറിയാത്തവരാണ്, കണ്ണിൽ ചോരയില്ലാത്തവരാണ്, ഒരു മനുഷ്യൻ്റെ ദുഃഖം കേട്ടാൽ മനസ്സരിവില്ലാത്തവരാണ്, മനുഷ്യരെ വട്ടം ചുറ്റിക്കുന്നവരാണ്. കുറച്ചൊക്കെ ഇതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടെങ്കിലും പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെയല്ല. എല്ലായിടത്തും നല്ലവരും മോശം ആളുകളുമുണ്ട്. അങ്ങനെ ജില്ല തിരിച്ചുള്ള ഇങ്ങനത്തെ ഒരു അറ്റാക്കിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ കൊല്ലം ജില്ലയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൊല്ലം ജില്ലയിൽ ജീവിക്കുന്നവർ കാണും, വർഷങ്ങളായിട്ട് താമസിക്കുന്നവർ കാണും, കുറച്ച് നാൾ അവിടെ ജീവിച്ചവർ കാണും, പോയി വരുന്നവർ കാണും, കൊല്ലം ജില്ലയിൽ സുഹൃത്തുക്കളുള്ളവർ കാണും. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൊല്ലം ജില്ലയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ് കൊല്ലം ജില്ല? ഇങ്ങനെ ഈ ജില്ലയെ മോശമാക്കി ചിത്രീകരിക്കുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കാരണം അത് വളരെ വിലപ്പെട്ടതാണ്.